കേസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡിസിഷനിൽ എടുക്കുന്ന പാളിച്ചകളെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിന് ക്ലബിൻ്റെ ഓണർഷിപ്പിലുള്ളവർ പണം കൊടുത്താലേ അത് വെച്ചിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു, അതിനേക്കാൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ടീമുകൾ എത്രയോ നല്ല റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ പണം കൊടുക്കാത്ത മാത്രമല്ല, മറ്റ് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ, ഒരു വലിയ സ്കാം നടക്കുന്നുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം എന്നുള്ളത്. അപ്പം ഇതിങ്ങനെ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ 3-4 മാസമായി. എന്താണെങ്കിലും ആ ഒരു വിഷയം ഇന്ന് സംസാരിക്കാമെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പം നിങ്ങളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, ഈ പറഞ്ഞ പോലെ മറ്റ് ചില ക്ലബ്ബുകളെക്കാൾ കൂടുതൽ പണം ഒരു പ്രമുഖ ക്ലബ്ബിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പോലും ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നില്ല. അതെന്താണ്? നിർഭാഗ്യം കൊണ്ടാണോ? അല്ല എന്നുള്ളതാണ് ഉത്തരം. അതിന് മറ്റു ചില കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു പ്രമുഖ ക്ലബ്ബിൽ ഇപ്പോൾ ഒരു പൊസിഷനിൽ ആവശ്യത്തിലധികം ഇന്ത്യൻ പ്ലേയേഴ്സ്, നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ ഒരു ഫോറിൻ പ്ലെയറുടെ റിക്രൂട്ട്മെൻറ്റ് കൂടി നടത്തുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റൊരു പൊസിഷനിൽ കഷ്ടിച്ച് ചിലപ്പോൾ ഒരു പ്ലെയറൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അവിടെ ആണെങ്കിൽ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലും സൈനിങ് നടത്തില്ല, വിൻ്ററിൽ നടത്തില്ല എന്നൊരു സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൗട്ടിങ്ങിൽ പോരായ്മ സംഭവിക്കുന്നതല്ല, ഇതിൽ പ്യുവറായിട്ടുള്ള ഏജൻസി കളികൾ നടത്തുന്നതാണ്. അതായത് ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്ന ആളുകൾ മെറിറ്റ് ബേസിസിൽ മാത്രമല്ല ഒരു പ്ലെയറെ എടുക്കുന്നത്, അദ്ദേഹം ഏത് ഏജൻസിയുടെ പ്ലെയർ ആണ് എന്നുകൂടി നോക്കിയിട്ടാണ് എന്നുള്ളതാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതായത് ഒരു പൊസിഷനിൽ 3-4 അതിലധികമോ നല്ല പ്ലേയേഴ്സ് ഉണ്ടാകും, അതിനോടൊപ്പം വീണ്ടും പ്ലേയേഴ്സിനെ ആഡ് ചെയ്യും, ചിലപ്പം വിദേശ താരത്തെ കൂടി ആഡ് ചെയ്യും. എന്നാൽ മറ്റ് ചില പൊസിഷനിൽ പ്ലേയേഴ്സേ കാണില്ല, ചിലപ്പം കഷ്ടിച്ചൊരു പ്ലെയറെ ഉണ്ടാവുള്ളൂ. അപ്പം അതൊരു കോയിൻസിഡൻസ് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. അത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം ഏജൻസിയിലുള്ള പ്ലെയറെ തന്നെ ആവശ്യമാണ്, എങ്കിൽ മാത്രമേ അവർക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കും അവർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്നവർക്ക് തന്നെ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതിന് ഓണേഴ്സ് എന്നുള്ളതല്ല ഉത്തരം. എന്ത് പ്രയോജനമാണ് ഇനി ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കാം. ഇപ്പോൾ ഒരു കച്ചവടം നടക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കൊച്ചിയിലൊക്കെ ഒരു ഫ്ലാറ്റോ ഒരു അപ്പാർട്ട്മെൻറ്റോ ഒക്കെ റെൻറ്റിന് വേണ ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ നിങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യും? ചിലപ്പം മറ്റ് പല വെബ്സൈറ്റുകളുടെ സഹായത്തിൽ ഒരു ബ്രോക്കറെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ബ്രോക്കർ അത് സെറ്റാക്കി തരുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു കമ്മീഷൻ കിട്ടും, ആ ഉടമസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു കമ്മീഷൻ കിട്ടും. ഈ പരിപാടി തന്നെയാണ്. സോ മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ് കമൻറ്റ് ബോക്സിലൊക്കെ, ഇത് ഒരു ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയൊക്കെ ചെയ്തുകൂടെ, അവർക്കും ഇത് എത്തിക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നവരെ വേണമെങ്കിൽ നമുക്ക് തട്ടി വിളിക്കാം, എന്നിട്ട് എഴുന്നേക്കാൻ പറയാം. പക്ഷേ ഉറക്കം നടിച്ച് കിടക്കുന്നവരെ നമുക്ക് എങ്ങനെ ഉണർത്താൻ പറ്റും? അതാണ് സംഭവം. ഒരു കാര്യം കൂടി പറയാം, ഇതും വെറും ഒരു കോയിൻസിഡൻസ് ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഒരു പ്രമുഖ ക്ലബ്ബിൽ ഒരു പ്രത്യേക ഏജൻസിയുടെ പ്ലേയേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണോ ഈ ഒരു ഏജൻസി പരിപാടികൾ നോക്കുന്നത് എന്നുള്ളത്? അല്ല. കാരണം ഒരു പ്ലെയർ, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പ്ലെയർ വളരെ മോശമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും റെഗുലറായിട്ട് ആ പ്ലെയറിന് സ്റ്റാർട്ടിംഗ് 11 സ്ഥാനം കിട്ടുന്നു, റെഗുലറായിട്ട് ഗെയിം ടൈം കിട്ടുന്നു. എന്തുകൊണ്ട് എന്ന് പറയുന്ന ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളും മറ്റാരാധകരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഒരു കാരണം കൂടിയാണിത്. അതായത് ഇന്ന ഏജൻസിയിലുള്ള പ്ലെയർ ആണെങ്കിൽ അവർക്ക് ഗെയിം ടൈം കിട്ടുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, മറ്റൊരു ഏജൻസിയിലുള്ള ഒരു പ്ലെയർ നന്നായിട്ട് ഈ ഒരു ക്ലബ്ബിൽ കളിച്ചു വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്താ ചെയ്യുകയെന്നറിയോ? നിങ്ങൾക്ക് കോൺട്രാക്ട് എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ഗെയിം ടൈമോ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന ഏജൻസിയുടെ പ്ലെയറായിട്ട് മാറാൻ പറയും. അപ്പോൾ ഇന്ന ഏജൻസിയുടെ പ്ലെയറായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഗെയിം ടൈം പരിപാടികളിലേക്കൊക്കെ വരും. അല്ലെങ്കിൽ ഈ പ്ലെയറെ ഒരു കാരണവുമില്ലാതെ അടുത്ത സീസണിലേക്ക് വരുന്ന സമയത്ത് വിൽക്കുന്നൊരു സാഹചര്യം കാണാം, നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചില പ്ലെയേഴ്സൊക്കെ ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബ്ബിൽ പോയിട്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ ചിലപ്പം ഗ്രൗണ്ടിലോ ഒക്കെ ചൊറിയുന്നതാണ്. അത് ഫാൻസിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല, ഇത് ഒരു ഫാക്ടറാണ്. അവർക്ക് അതിന് ചിലപ്പോൾ സൗകര്യം ഉണ്ടാകില്ല. അങ്ങനെ പ്ലേയേഴ്സ് ഇന്ന ക്ലബ്ബിൽ നിന്ന് മറ്റ് ക്ലബ്ബിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്ലെയർ ഇന്ന ഏജൻസിയുടെ പ്ലെയർ ആയിട്ട് മാറി ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നിട്ടും ഈ പ്ലെയറെ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അവിടെയും ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന ഏജൻസിയുടെ പ്ലെയറായി അവർക്ക് ഗെയിം ടൈം ഒക്കെ കിട്ടി, ഒരു യങ് പ്ലെയറിൽ നിന്ന് ചിലപ്പോൾ നാഷണൽ കോളപ്പൊക്കെ കിട്ടുന്ന ഒരു പ്ലെയറായിട്ട് മാറുമ്പം ആ പ്ലെയറുടെ മൂല്യം ഓട്ടോമാറ്റിക്കലി കൂടുന്ന സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? മറ്റ് ക്ലബ്ബുകൾക്ക് വലിയ ട്രാൻസ്ഫർ ഫീ ഒക്കെ മേടിച്ചിട്ട് ഈ പ്ലെയറിനെ വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്തും ആർക്കാണ് ബെനിഫിറ്റ്? ക്ലബിന് മാത്രമല്ല, ഈ പറയുന്ന ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ട്. ക്ലബിൽ മാത്രമല്ല നടക്കുന്നത്, മറ്റ് ചില ക്ലബ്ബുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പം മൾട്ടിപ്പിൾ ക്ലബ്ബുള്ള
ഒരു സിറ്റി നമുക്ക് നോക്കാം. അവിടെ ഒരു ക്ലബ്ബ് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് സ്കൗട്ടിങ് നടത്തി അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. മറ്റൊരു ക്ലബ്ബ് ഇവരോടൊപ്പം മത്സരിക്കാൻ വേണ്ടി ഇവരുടെ പ്ലെയേഴ്സിനെയൊക്കെ തന്നെ വാങ്ങുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഇവരോടടുത്ത പണം തന്നെ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ അവർക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഫാക്ടർ ഇത് തന്നെയാണ്. നിങ്ങൾ ആ ഒരു ക്ലബ്ബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പൊസിഷനിൽ ചിലപ്പോൾ നമ്പർ ഓഫ് പ്ലെയേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും, ചില പൊസിഷനിൽ ഭയങ്കര ദാരിദ്ര്യമായിരിക്കും. ഈ പറഞ്ഞ ബാലൻസ് ഇല്ലായ്മ ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ബാലൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഇവർ സ്കൗട്ടിങ്ങിൻ്റെ ഒരു പോരായ്മ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാരണം കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഒരു ക്ലബിൻ്റെയും പേര് എടുത്ത് പറയുന്നില്ല, ഇത് മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇന്ന ക്ലബിലേക്ക് വല്ല പ്ലെയേഴ്സ് ഇന്ന ക്ലബിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കും എന്നുള്ളതാണ്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു ഒപ്പീനിയൻ? നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചെറിയ കളികളൊന്നും അല്ല നടക്കുന്നത്. ഈ ദുരന്തം അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം അൺലക്കൊന്നും അല്ല. അത് അൺലക്ക് എന്ന് പറയുന്നത് PR വേർഡാണ്. അങ്ങനൊന്നുമില്ല. നന്നായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷമോ ഒരു മാച്ചിലോ ഒക്കെ അൺലക്ക് ഉണ്ടാകാം. പക്ഷേ നിരന്തരമായിട്ട് നിർഭാഗ്യം എന്ന് പറയുന്നൊരു സംഭവം എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് പണിയെടുക്കാനായിട്ടാണ്. പണിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനത്തെ കളികൾ കൂടി നടത്തിയിട്ടാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരൊന്നും പൊട്ടന്മാരല്ല എന്നും കൂടി മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസിറ്റ് ക്വസ്റ്റ്യൻ.